നമസ്കാരം. ഇന്നത്തെ വിഷയം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമേരിക്ക തുമ്മിക്കഴിഞ്ഞാൽ ലോകത്തിന് ജലദോഷം പിടിക്കുമെന്ന്. എന്നാൽ ഇന്ന് അമേരിക്ക തുമ്മുകയല്ല, മറിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു പനിച്ചുവിറയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോക സാമ്പത്തിക രംഗത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയുടെ എക്കാലത്തെയും വിശ്വസ്തരായ സുഹൃത്തുക്കൾ അത് യൂറോപ്പും കാനഡയും തന്നെയാവും. ഒരേ സമയം അമേരിക്കക്കെതിരെ തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? 3 കാര്യങ്ങൾ ഒരേ സമയം നടക്കുകയാണ്. ഒന്ന്, അമേരിക്കൻ ഗവൺമെന്റ് അവരുടെ ബോണ്ടുകളൊക്കെ പലിശ നിരക്ക് കുത്തനെ കൂട്ടിയിരുന്നു. 30 വർഷത്തെ ബോണ്ട് ഈൽഡിൽ 5% അടുക്കുകയാണ്. ഇത് നിക്ഷേപകർക്ക് അമേരിക്കയിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്, തെളിവ് തന്നെയാണ്. 2, ഡെൻമാർക്ക് എന്ന യൂറോപ്യൻ രാജ്യം അവിടെയുള്ള ഒരു വലിയ പെൻഷൻ ഫണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾക്കിനി അമേരിക്കൻ ബോണ്ട് വേണ്ട എന്ന്, ഞങ്ങളത് വിറ്റഴിക്കുകയാണ് എന്ന്. 3, സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയിൻ നടത്തിയ പ്രസംഗം. അതിലെ അവർ അമേരിക്കയെ ഓർമ്മിപ്പിച്ചത് 1971 ഒരു ചതിയുടെ കഥയാണ്. നിക്സൺ ഷോക്ക്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാവരും കൂടി അമേരിക്കയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ഇത് വെറും ഒരു സാമ്പത്തിക പ്രശ്നമാണോ, അതോ ഇതിന് പിന്നിൽ ട്രംപിനെതിരെയുള്ള രാഷ്ട്രീയമാണോ? നമ്മൾ ഈ വീഡിയോയിൽ ഈ വശങ്ങൾ, ഇതിന്റെ എല്ലാ ഭാഗങ്ങളും, ചരിത്രവും കണക്കുകളും എല്ലാ കാര്യങ്ങളും ഭാവിയും ഒക്കെ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം നമുക്ക് ഈ ബോണ്ട് ഈൽഡ് അത് എന്താണ്, അത് കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം. കാരണം ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാതൽ. അമേരിക്കൻ സർക്കാർ പണത്തിന് ആവശ്യമുണ്ടാകുമ്പോൾ ട്രഷറി ബോണ്ടുകൾ ഇറക്കാറുണ്ട്. അതായത് നമ്മൾ സർക്കാരിന് പണം കടം കൊടുക്കുകയാണ്, സർക്കാർ നമുക്ക് പലിശയൊക്കെ തരും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 30 വർഷത്തെ ബോണ്ടിന്റെ പലിശ നിരക്ക് 4.95% വരെ ഉയർന്നു കണ്ടു. ഇതെന്താ ഇത്ര വലിയ കാര്യം? അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കേണ്ടതാണ്, ബോണ്ടിന്റെ ഡിമാൻഡ് കുറയുമ്പോഴാണ് സർക്കാർ പലിശ കൂട്ടി നൽകാനായിട്ട് നിർബന്ധിതരാകുന്നത്. അതായത് ആരും അമേരിക്കൻ ബോണ്ട് വാങ്ങാനായിട്ട് ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നതാണ് സാരം. അമേരിക്കയ്ക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സ്ഥിതി. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പലിശ വേണമെന്ന അവസ്ഥ. അങ്ങനെ നിക്ഷേപകര് വാശി പിടിച്ചു തുടങ്ങുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ മാറി. ഇത് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ്. നിലവിൽ തന്നെ അമേരിക്കയുടെ മൊത്തം കടം $38 ട്രില്യൺ മുകളിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യയുടെ GDP ഏകദേശം 10 ഇരട്ടിയാണ് വരുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ ഈ ഭീമമായ കടത്തിനുമേൽ അമേരിക്ക നൽകേണ്ട പലിശയും സ്വാഭാവികമായിട്ടും കുത്തനെ അങ്ങ് കൂടും. ഇന്ന് അമേരിക്കൻ സർക്കാർ അവരുടെ ബജറ്റിന്റെ വലിയൊരു ഭാഗം ചിലവഴിക്കുന്നത് റോഡ് പണിയാനോ സ്കൂൾ പണിയാനോ അല്ല, മറിച്ച് പഴയ കടത്തിന്റെ പലിശ അടയ്ക്കാനാണ്. ആ ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നിക്ഷേപകർ ഭയപ്പെടുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഡൊണാൾഡ് ട്രംപ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇനിയും കടമെടുത്ത് കൂട്ടുമെന്നും പണപ്പെരുപ്പം കൂടുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട്. ഗ്രീൻലാൻഡിനെ വാങ്ങുമെന്ന ഭീഷണിയും യൂറോപ്പിനെതിരെ ചുമത്താൻ പോകുന്ന താരിഫുകളും വിപണിയെ വല്ലാത്ത അസ്ഥിരപ്പെടുത്തൽ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളകുകയാണ്, അതിലൊരു സംശയവും വേണ്ട. ഈ സാമ്പത്തിക തകർച്ചയുടെ ആക്കം കൂട്ടിയ ഒരു വാർത്തയാണ് ഡെൻമാർക്കിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡെൻമാർക്കിലെ അക്കാദമിക്കർ പെൻഷൻ എന്ന പെൻഷൻ ഫണ്ട് അവരുടെ കൈവശമുള്ള എല്ലാ US ഗവൺമെന്റ് ബോണ്ടുകളും വിൽക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം $100 മില്യൺ, അതായത് ഒരു 840 കോടി രൂപയുടെ ആസ്തിയാണ് അവർ വിറ്റഴിക്കാൻ പോകുന്നത്. തുക ചെറുതാണെന്ന് തോന്നാം ചിലപ്പോൾ, പക്ഷേ ഇതിന്റെ മെസ്സേജ് വളരെ വലുത് തന്നെയാണ്. ഒരു പെൻഷൻ ഫണ്ട് മാനേജർ പറഞ്ഞത് ഈ തരത്തിലാണ്, അതായത് ട്രംപിന്റെ കീഴിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരിക്കലും സുസ്ഥിരമല്ല, ഇവിടെ വലിയ റിസ്ക് ഉണ്ട്. ഒരു പാശ്ചാത്യ രാജ്യത്തെ ഫണ്ട് ഇങ്ങനെ പരസ്യമായിട്ട് ഈ അമേരിക്കയെ തള്ളിപ്പറയുന്നത് തന്നെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയായിട്ട് തോന്നും. ജപ്പാനോ നോർവേയോ അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളോ ഇതേ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? യൂറോപ്പ് മൊത്തത്തിൽ ഏകദേശം $12 ട്രില്യൺ അമേരിക്കൻ ആസ്തികൾ അവരുടെ കൈവശം വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ബോണ്ട് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡോളർ ശരിക്കും പറഞ്ഞാൽ തകർന്നടിയും.
അതിൽ വേറെ സംശയമൊന്നുമില്ല. ഇവിടെയാണ് ഉർസൂല വോൺ ഡെർ ലെയിന്റെ ദാവോസ് എന്ന് പറയുന്ന പ്രസംഗം പ്രസക്തമായിട്ടുള്ളത്. അവർ പറയുന്നത് വെറും രാഷ്ട്രീയമല്ല, അതൊരു ഭീഷണിയാണ്. അവർ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു വിദേശ കറൻസിയെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് എന്തായാലും നിർത്തണം. ഏതാണ് ആ വിദേശ കറൻസി? അത് സ്വാഭാവികമായിട്ടും ഡോളർ തന്നെയാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ യൂറോപ്യൻ യൂണിയൻ തന്നെ ഡോളറൈസേഷൻ, അതായത് ഡോളറിനെ ഒഴിവാക്കൽ എന്ന് പരസ്യമായിട്ട് പറയുന്നത് പുടിനോ ഷീ ജിൻപിങ്ങിനോ പറയുന്നതിനേക്കാൾ അതീവമായിട്ട് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഉർസുല വോൺ ഡെർ ലെയിൻ തന്റെ പ്രസംഗത്തിൽ 1971 നിക്സൺ ഷോക്ക് എടുത്തു പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ്. 1971 വരെ ലോക സാമ്പത്തിക ക്രമം വിശ്വസിച്ചിരുന്നത് സ്വർണത്തിലായിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ $35 ഉണ്ടെങ്കിൽ അത് അമേരിക്കൻ സർക്കാരിന് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔൺസ് സ്വർണം തിരികെ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഡോളർ എന്നാൽ സ്വർണത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം തങ്ങളുടെ സമ്പാദ്യം ഡോളറായിട്ട് സൂക്ഷിക്കാൻ കാരണം ഈ ഒരു ഉറപ്പായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് 1971 ഓഗസ്റ്റ് 15 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ടെലിവിഷനിൽ വന്നൊരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ സ്വർണം കിട്ടില്ല എന്നായിരുന്നു അത്. അമേരിക്ക ഏകപക്ഷീയമായിട്ട് ആ കരാറ് ലംഘിക്കുകയാണ് ചെയ്തത്. ലോകരാജ്യങ്ങളുടെ കയ്യിലുള്ള ഡോളർ പെട്ടെന്ന് വെറും കടലാസായി മാറി. അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളത്ര നോട്ട് അച്ചടിക്കാം എന്ന അവസ്ഥ വരെ വന്നു. ഉർസുല ദാവോസിൽ ഇത് ഓർമ്മിപ്പിച്ചത് വെറുതെയല്ല. അവർ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരിക്കും. അതായത് അന്ന് അമേരിക്ക നമ്മളെ പറ്റിച്ചു, ഇനി നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. ട്രംപ് അധികാരത്തിൽ വന്നാൽ വീണ്ടും ഇതുപോലെ നീക്കങ്ങൾ നടത്തിയേക്കാം. അതുകൊണ്ട് നമ്മൾ മുൻകരുതൽ എടുക്കണം എന്ന അവസ്ഥ പറഞ്ഞു. കാരണം അവർക്ക് ഇഷ്ടം പോലെ ഡോളറിനെ അടിച്ചിറക്കാം, ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ള വിചാരത്തിൽ. പക്ഷെ ഒരു ഉപകാരം നമുക്ക് ഉണ്ടാവില്ല. ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. യൂറോപ്പ് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ നികുതി ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും വഴങ്ങാൻ ഇപ്പോൾ അവർ തയ്യാറല്ല എന്ന അവസ്ഥയിലേക്ക് മാറി. സ്വന്തമായി ഒരു സാമ്പത്തിക ശക്തിയായി മാറാൻ യൂറോപ്പ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇതിനിടയിൽ കാനഡയുടെ മുൻ ബാങ്ക് ഗവർണറും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള മാർക്ക് കാർണി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ ചർച്ച മേശയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണമായിട്ട് മാറാൻ പോവുകയാണ് എന്നതാണ്. ഇതിനർത്ഥം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ വലിയ പോരിൽ കാനഡയും യൂറോപ്പും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ വെറുതെ കാഴ്ചക്കാരായിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരകളാവും എന്ന് തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു ചേരി ഉണ്ടാക്കേണ്ട സമയമായി കഴിഞ്ഞു. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട സമയമായി. എന്താണ് ഇതിന്റെ അനന്തരഫലം എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഡോളറിന്റെ ഭാവിയും സ്വർണവും തന്നെയാണ്. ലോകം ഡോളറിനെ കൈവിടുമ്പോൾ എല്ലാവരും സുരക്ഷിതമായ നിക്ഷേപം തേടിപ്പോവും. അത് സ്വർണം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സ്വർണ്ണ വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണം ഇനിയും കൂടിയേക്കാം. എനിക്ക് തോന്നുന്നു 1.5 ലക്ഷമൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പവന്. പലിശ നിരക്കിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ ബോണ്ടുകളുടെ ഈൽഡ് കൂടുന്നത് ലോകമെമ്പാടുമുള്ള പലിശ നിരക്കുകൾ കൂടാനായിട്ട് കാരണമാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഭവന വായ്പ പലിശയും ഇതിനനുസരിച്ച് കൂടാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ നിലപാട് ഈ സാഹചര്യത്തിൽ എന്ത് എന്നുള്ളതായിരിക്കും പലരും ചോദിക്കുന്നത്. ഇന്ത്യ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇന്ത്യ ഇതിനകം തന്നെ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുമുണ്ട്. നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും ഗോൾഡിന് വില അങ്ങനെ കയറി വരികയാണ്. ഡോളറിനെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് അപകടമാണെന്ന് ഇന്ത്യക്കും നന്നായിട്ട് അറിയാം. ചുരുക്കത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി ഒടുവിൽ അമേരിക്ക എലോൺ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ട്രംപ് ആ രാജ്യത്തെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റും, ഇത്രയും വലിയൊരു രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ്. സുഹൃത്തുക്കൾ ഓരോന്നായിട്ട് അവരെ കൈവിടുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇളകുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡോളറിന്റെ ആധിപത്യം അവസാനിക്കാറായിട്ടുണ്ടോ, അതോ അമേരിക്ക ഇതിനെ അതിജീവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ അനാലിസിസുകൾക്കും മറ്റുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇന്ന് ഡോളറിന്റെ റേറ്റ് കൂടിയിട്ടാണല്ലോ ഉള്ളത്,
ഇന്ത്യൻ മണി പിന്നിലേക്കാണല്ലോ പോകുന്നത്, എന്താണിത്, പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ വന്ന് തള്ളുന്നത് എന്നൊക്കെ. സുഹൃത്തുക്കളെ, ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറുമെന്നല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള ചേഞ്ചുകൾ ഇപ്പോഴേ അതിനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. ചിലപ്പോൾ അതിനൊരു 5 വർഷം എടുത്തേക്കാം. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ അന്ന് പറയുമ്പോൾ ഓ അന്ന് ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞതിന് കാരണം ഇതായിരുന്നു അല്ലേ എന്ന്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വർണ്ണമൊക്കെ ഇത്രയും റേറ്റിൽ വന്നത് നിങ്ങൾ മുമ്പ് എങ്ങാനും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക്, സ്വർണത്തിലേക്ക് കൂടുതൽ പോകുന്നത്? അത് ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യ വലിയ ശക്തിയാവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഇത് തള്ളാണെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ ഇനി പോകുന്നത് വമ്പൻ ലെവലിലേക്ക് തന്നെയാണ്. അത് കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ പൈസയ്ക്ക് പിന്നിലേക്ക് പോകാത്തത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് $1 = $1 എന്തുകൊണ്ട് പെട്ടെന്ന് ആവുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നില് പല തന്ത്രങ്ങളും ഉണ്ട്. ആ തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാരണം എന്നൊക്കെ. അതിനെപ്പറ്റി പല വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഇമ്പോർട്ടിങ് നമുക്ക് എത്രത്തോളം, എക്സ്പോർട്ടിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതുകൊണ്ട് എന്താണ് ഗുണം, $1 = $1 ആയി കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്തിട്ട് എന്താണ് ഉപകാരം, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് അവിടെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്കൊരു 5000 രൂപ കിട്ടണമെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്നുള്ള മണിയൊന്നും കിട്ടാതാവും. എന്നാൽ അതിനുള്ള സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവും വേണം. അതിനുള്ള പണികളൊക്കെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ എല്ലാ തരത്തിലും നടത്തുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. പോസിറ്റീവ് ആവട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം.